ഇത് കാണുമ്പോൾ നിങ്ങൾക്കിതൊരു നേവിയുടെയോ മറ്റോ സാധാരണ സബ്മറൈൻ പോലെ തോന്നിയേക്കാം. പക്ഷേ ഈ സബ്മറൈനിൻ്റെ അകത്ത് കോടിക്കണക്കിന് വിലയുള്ള നിരോധിത മയക്കുമരുന്നാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എന്നാൽ സംഭവം സത്യമാണ്. ഇത്തരത്തിൽ ഡ്രഗുകൾ കടത്തുന്ന സബ്മറൈനുകളെ നാർക്കോ സബ്മറൈനുകൾ എന്നാണ് വിളിക്കുന്നത്. തെക്കേ അമേരിക്കൻ കാടുകളിൽ നിന്ന് അറ്റ്ലാന്റിക് സമുദ്രം കടന്ന് ഇവ US-ലേക്കോ യൂറോപ്പിലേക്കോ ടൺ കണക്കിന് കൊക്കൈനുകളും സിന്തറ്റിക് ഡ്രഗുകളും കടത്തുന്നുണ്ട്. ഇന്ത്യയിലും ഇവരുടെ സാന്നിധ്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ 10 വർഷത്തിനിടെ 200-ലധികം അന്തർവാഹിനികൾ ഇത്തരത്തിൽ പിടിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് കണക്ക്. എന്നാൽ ഇതിലും എത്രയോ ഇരട്ടി ഇപ്പോഴും നിങ്ങൾ ഈ വീഡിയോ കാണുന്ന നിമിഷം പോലും കോസ്റ്റ് ഗാർഡുകളുടെ കണ്ണിൽപ്പെടാതെ രഹസ്യമായി സഞ്ചരിക്കുന്നുണ്ടാകും എന്നതാണ് സത്യം. യുദ്ധവിമാനങ്ങളെയും യുദ്ധക്കപ്പലുകളെയും കണ്ടെത്താൻ കഴിയുന്ന ഇന്നത്തെ മോഡേൺ ടെക്നോളജിയുടെ ലോകത്തും കാട്ടിൽ നിർമ്മിച്ച ഇത്തരത്തിലുള്ള ചെറിയ അന്തർവാഹിനികൾ രഹസ്യമായി സഞ്ചരിക്കുന്നുണ്ട്. US നേവിക്കോ ഇന്ത്യൻ നേവിക്കോ പോലും പലപ്പോഴും ഇവരെ കണ്ടെത്താനോ പിടികൂടാനോ കഴിയാറില്ല. അധികമാരും ചർച്ച ചെയ്തു കണ്ടിട്ടില്ലാത്ത ഡ്രഗ് മാഫിയയുടെ ഏറ്റവും രഹസ്യമായ ലഹരിക്കടത്തിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. ഓരോ വർഷവും ആയിരക്കണക്കിന് ടൺ കൊക്കൈൻ തെക്കേ അമേരിക്കയിൽ നിന്ന് USA-ലേക്കും യൂറോപ്പിലേക്കും കടത്തപ്പെടുന്നുണ്ട് എന്നാണ് കണക്ക്. പോലീസും കോസ്റ്റ് ഗാർഡുകളും എത്ര ശ്രമിച്ചാലും വലിയൊരളവ് കൊക്കൈനും മയക്കുമരുന്നും ലക്ഷ്യസ്ഥാനത്ത് തന്നെ എത്താറുണ്ട്. എന്നാൽ ലക്ഷ്യസ്ഥാനത്ത് എത്താതെ കോസ്റ്റ് ഗാർഡ് പിടിക്കുന്ന മയക്കുമരുന്നുകളുടെ അളവെന്ന് പറയുന്നത് വളരെ വലുതാണ്. ആദ്യകാലങ്ങളിൽ നാർക്കോ സബ്മറൈനുകൾ ചെറിയ യാത്രകൾക്ക് വേണ്ടി ഉണ്ടാക്കിയവയായിരുന്നു. എന്നാൽ കാലക്രമേണ കള്ളക്കടത്തുകാർ കൂടുതൽ ടെക്നോളജികളും ആധുനിക സംവിധാനങ്ങളും ഉപയോഗിക്കാൻ തുടങ്ങി. ഇപ്പോൾ കാടുകളിൽ പുറം ലോകമറിയാതെ ജംഗിൾ ഷിപ്പ്യാർഡ് എന്ന് വിളിക്കുന്ന സ്ഥലങ്ങളിലാണ് അവർ ആയിരക്കണക്കിന് മൈലുകൾ സഞ്ചരിക്കാൻ കഴിയുന്ന മോഡേൺ സബ്മറൈനുകൾ നിർമ്മിക്കുന്നത്. ഡ്രഗ് കാർട്ടലുകളും കോസ്റ്റ് ഗാർഡുകളും തമ്മിലുള്ള പോരാട്ടം ഒരു ക്യാറ്റ് ആൻഡ് മൗസ് ഗെയിം പോലെയാണ്. ഡ്രഗ് കാർട്ടലുകൾ പുതിയ രീതികളും ടെക്നോളജികളും കണ്ടുപിടിക്കുമ്പോൾ നേവിയും കോസ്റ്റ് ഗാർഡുകളും അവരെ തടയാൻ പുതിയ വഴികൾ കണ്ടെത്താൻ ശ്രമിക്കുന്നു. എന്നാൽ ഇവിടെയുള്ള ചോദ്യം ഇതാണ്: ഡ്രഗ് കാർട്ടലുകൾക്ക് എങ്ങനെ ഇത്രയും വൈദഗ്ധ്യവും പുരോഗതിയും നേടാൻ കഴിഞ്ഞു? അതിനുള്ള ഉത്തരങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. ആദ്യകാല നാർക്കോ സബ്മറൈനുകൾക്ക് സിമ്പിൾ രൂപകൽപ്പനയായിരുന്നു ഉണ്ടായിരുന്നത്. അവ അത്ര കോംപ്ലിക്കേറ്റഡ് ആയിരുന്നില്ല. വെറും 46 അടി നീളമുള്ള, വെള്ളത്തിനടിയിൽ കുറച്ച് മാത്രം ഹൈഡ് ചെയ്യാൻ കഴിയുന്നവയായിരുന്നു അവ. അവയുടെ മുകൾ ഭാഗം കടലിൻ്റെ ഉപരിതലത്തിന് താഴെയായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ടൊക്കെ റഡാറുകൾക്ക് പെട്ടെന്ന് അവയെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷേ ഇവയുടെ വലിയൊരു പ്രശ്നം എന്നത് ഇതിൻ്റെ ഉള്ളിൽ തീരെ സൗകര്യങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഇതിനുള്ളിൽ ആളുകൾ ഇടുങ്ങിയ സ്പേസിലാണ് നിന്നിരുന്നത്. ഇതിൻ്റെ പിന്നിൽ ഒരു ഡീസൽ എഞ്ചിനും നടുവിൽ ഒരു ചെറിയ ഉറങ്ങാനുള്ള സ്ഥലവും മുൻപിൽ മയക്കുമരുന്ന് നിറച്ച ബാഗുകളുമായിരുന്നു ഉണ്ടായിരുന്നത്. ഇത്തരത്തിലുള്ള ഒരു സബ്മറൈനിന് 7 മുതൽ 8 ടൺ വരെ കൊക്കൈൻ വഹിക്കാൻ കഴിയുമായിരുന്നു. ഈ അന്തർവാഹിനികൾ 5 ക്രൂ മെമ്പേഴ്സുമായി ദിവസവും രാത്രിയും ആരുമറിയാതെ കടലിനടിയിലൂടെ കടന്നുപോയിരുന്നു. എന്നാൽ ചില സമയങ്ങളിൽ കോസ്റ്റ് ഗാർഡുകൾ ഈ അന്തർവാഹിനികൾ കണ്ടെത്താറുമുണ്ടായിരുന്നു. കൂടാതെ ചില സമയങ്ങളിൽ ഇത്തരത്തിൽ കോസ്റ്റ് ഗാർഡുകൾ പിടിക്കുന്ന അന്തർവാഹിനികൾ തെളിവില്ലാതെ നശിപ്പിക്കാനായി കള്ളക്കടത്തുകാർ കടലിൽ മുക്കി നശിപ്പിക്കാനും ശ്രമിക്കാറുണ്ടായിരുന്നു എന്നതാണ് വാസ്തവം. എന്നാൽ ഇന്നത്തെ ടെക്നോളജികളുമായി അവ താരതമ്യം ചെയ്യുമ്പോൾ അവ ഒരു സ്റ്റാർട്ടിംഗ് സ്റ്റേജ് മാത്രമായിരുന്നു എന്ന് പറയാം. സത്യത്തിൽ സമുദ്രങ്ങൾ കടക്കാൻ ഇതിലും മെച്ചപ്പെട്ട ടെക്നോളജികളും സബ്മറൈനുകളും ആവശ്യമാണെന്ന് ഡ്രഗ് കാർട്ടലുകൾക്ക് മനസ്സിലായപ്പോൾ അവർ വലുതും ഹൈ മോഡേൺ ആയതുമായ അന്തർവാഹിനികൾ നിർമ്മിക്കാൻ ആരംഭിക്കുകയായിരുന്നു. ഇവർക്ക് ലഹരിക്കടത്തിൽ നിന്നും ലഭിക്കുന്ന വലിയ ഭീമൻ തുകകളായിരുന്നു ഇത്തരത്തിലുള്ള സബ്മറൈനുകൾ നിർമ്മിക്കാൻ പ്രചോദനമായിരുന്നത്. അങ്ങനെ അത് 65 അടി നീളമുള്ള മോഡേൺ നാർക്കോ സബ്മറൈനുകൾക്ക് ജന്മം നൽകി. ഇവ വലിപ്പം കൊണ്ട് മാത്രമല്ല, അറ്റ്ലാന്റിക് സമുദ്രം മുഴുവനായി കടക്കാൻ കേപ്പബിലിറ്റി ഉള്ള അന്തർവാഹിനികളായിരുന്നു ഇവ. പക്ഷേ ഈ അന്തർവാഹിനികൾ മോഡേൺ ആയിരുന്നുവെങ്കിലും അതിനുള്ളിലെ സൗകര്യം അപ്പോഴും കുറവായിരുന്നു എന്നതാണ് വാസ്തവം. അതായത് അതിനുള്ളിൽ ക്രൂ മെമ്പേഴ്സിന് വിശ്രമിക്കാനോ മറ്റോ മതിയായ സൗകര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. കൂടാതെ ടോയ്ലറ്റുകൾക്ക് പകരം പ്ലാസ്റ്റിക് ബാഗുകളായിരുന്നു അവർ ഉപയോഗിച്ചിരുന്നതത്രേ. ഭക്ഷണം, എനർജി ബാറുകൾ, അരി അല്ലെങ്കിൽ കാനഡ് സാർഡൈനുകൾ മാത്രമായിരുന്നു അവർ ഉപയോഗിച്ചിരുന്നത്. എങ്കിലും ഈ അന്തർവാഹിനികൾ ദിവസവും ആരുമറിയാതെ ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് ടൺ കണക്കിന് മയക്കുമരുന്നുകളുമായി സഞ്ചരിച്ചു കൊണ്ടേയിരുന്നു. എന്നാൽ ചില സമയങ്ങളിൽ ലഹരിക്കടത്തുകാരുടെ പദ്ധതി വിചാരിച്ചതുപോലെ പോകാറില്ല. ഉദാഹരണത്തിന് വർഷങ്ങൾക്ക് മുൻപ് ഒരു മോഡേൺ നാർക്കോ സബ്മറൈൻ
അറ്റ്ലാന്റിക് കടക്കുമ്പോൾ ഇന്ധനം തീർന്നു പോവുകയായിരുന്നു. അങ്ങനെ അവരുടെ 2 ആഴ്ചത്തെ യാത്ര 1 മാസമായി മാറുകയായിരുന്നു. അവർ മറ്റൊരു കാർട്ടൽ ബോട്ടുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും അത് പരാജയപ്പെടുകയും ചെയ്തു. അവസാനം അവർ സബ്മറൈൻ മുക്കിക്കളയുകയും രക്ഷപ്പെടാൻ ശ്രമിക്കുകയും ചെയ്തു. പക്ഷേ കോസ്റ്റ് ഗാർഡ് അവരെ അതിനു മുൻപേ പിടികൂടുകയാണ് ഉണ്ടായത്. അങ്ങനെ മോഡേൺ സബ്മറൈനുകൾ പോലും പിടിക്കപ്പെടാനുള്ള സാധ്യത കൂടി വന്നപ്പോൾ ഡ്രഗ് കാർട്ടലുകൾ സ്നോർക്കിൾ സബ്മറൈനുകൾ നിർമ്മിക്കാൻ ആരംഭിച്ചു. ഇവയ്ക്ക് പൂർണ്ണമായി കടലിനടിയിൽ മുങ്ങാൻ കഴിയുമായിരുന്നു. അതിൽ ഒരു ചെറിയ പൈപ്പ് മാത്രം പുറത്തേക്ക് തള്ളി നിൽക്കും. ഈ പൈപ്പ് വായു അകത്തേക്ക് കടത്താനും എൻജിൻ തണുപ്പിക്കാനും സഹായിക്കുന്നു. ഈ 65 അടി നീളമുള്ള അന്തർവാഹിനികൾ ഫൈബർ ഗ്ലാസ് ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇത് കാരണം റഡാറിൽ ഇവരുടെ സബ്മറൈനുകൾ ഡിറ്റക്ട് ചെയ്യുന്നത് കുറയുകയായിരുന്നു. 8 ടൺ വരെ കൊക്കെയിൻ വഹിക്കാൻ ഇവക്ക് കഴിയും. ആരും പെട്ടെന്ന് എത്തിപ്പെടാത്ത കാടുകളിൽ ഇത്രയും നൂതനമായ സബ്മറൈനുകൾ രൂപകൽപ്പന ചെയ്യുന്നത് അവിശ്വസനീയമാണ് എന്നതാണ് വാസ്തവം. സത്യത്തിൽ ഡ്രഗ് കാർട്ടലുകൾ എപ്പോഴും ഒരുപടി മുൻപിലാണ് എന്നതാണ് സത്യം. അതിനിടയിൽ ഡ്രഗ് കാർട്ടലുകൾ ഇലക്ട്രിക് സബ്മറൈനുകൾ കൂടെ ഉപയോഗിക്കാൻ തുടങ്ങി. ഇവ വളരെ സൈലൻ്റായി സഞ്ചരിക്കുന്ന സബ്മറൈനുകളാണ്. 39 അടി നീളമുള്ള ഇവയ്ക്ക് ഡീസൽ എഞ്ചിന് പകരം വെറും 10 ടൺ ബാറ്ററികളുടെ എനർജിയിലാണ് സഞ്ചരിക്കുന്നത്. 5 കിലോമീറ്റർ വേഗതയിൽ 12 മണിക്കൂർ പൂർണ്ണമായി വെള്ളത്തിനടിയിൽ സഞ്ചരിക്കാൻ ഇവയ്ക്ക് കഴിയും. വേഗത കുറവാണെങ്കിലും കൂടുതൽ ദൂരമുള്ള യാത്രകൾക്കായി വലിയ ബോട്ടുകളുമായി കണക്ട് ചെയ്യാൻ ഇവയ്ക്ക് കഴിയും. സത്യത്തിൽ ഒരു ഡ്രഗ് ഇലക്ട്രിക് സബ്മറൈനിനെ പോലും കടലിൽ വെച്ച് പിടിക്കപ്പെട്ടിട്ടില്ല. കൊളംബിയൻ കാട്ടിൽ വെച്ച് 2020 നവംബറിൽ ഒരെണ്ണം മാത്രമാണ് കണ്ടെത്തിയിട്ടുള്ളത്. 2019 ഇത്തരത്തിലൊരു സംഭവം നടന്നിരുന്നു. അതായത് ആ വർഷം കോസ്റ്റ് ഗാർഡ് എയർ പെട്രോളിങ്ങിനിടെ കടലിൽ ഒരു ചെറിയ ബോട്ട് കാണുകയായിരുന്നു. അതിൻ്റെ വിചിത്രമായ സഞ്ചാരപാതയും വേഗതയും അവർക്ക് സംശയകരമായി തോന്നി. അങ്ങനെ കോസ്റ്റ് ഗാർഡ് ഇൻഫ്രാറെഡ് സെൻസറുകൾ ഉപയോഗിച്ച് ആ ബോട്ടിൻ്റെ എഞ്ചിൻ്റെ ചൂട് ചെക്ക് ചെയ്തപ്പോൾ അതൊരു സാധാരണ ബോട്ടല്ലെന്ന് മനസ്സിലാവുകയായിരുന്നു. അങ്ങനെ 5 കള്ളക്കടത്തുകാരെ $200 മില്യൺ വിലമതിക്കുന്ന കൊക്കെയിനുമായി പിടികൂടുകയായിരുന്നു. നിങ്ങൾ ഓസ്കാർ മൊറേനോ റിക്കാർഡോ എന്ന പേര് കേട്ടിട്ടുണ്ടോ? ഇയാളെ നാർക്കോ സബ്മറൈനുകളുടെ രാജാവ് എന്നാണ് കൊളംബിയൻ പോലീസ് വിളിച്ചിരുന്നത്. കോസ്റ്റ് ഗാർഡുകളുടെ കണ്ണ് വെട്ടിച്ച് ഒളിഞ്ഞുകിടക്കുന്ന ജംഗിൾ ഷിപ്പ്യാർഡുകളിൽ അയാൾ ആയിരക്കണക്കിന് മൈലുകൾ സഞ്ചരിക്കാൻ കഴിയുന്ന അന്തർവാഹിനികൾ നിർമ്മിച്ചുകൊണ്ടേയിരുന്നു. അയാളുടെ അന്തർവാഹിനികൾ ഡ്രഗ് കാർട്ടലുകളുടെ തുറുപ്പുചീട്ടായിരുന്നു. എന്നാൽ വർഷങ്ങളോളം കോസ്റ്റ് ഗാർഡുകളുടെ ഉറക്കം കെടുത്തിയതിനു ശേഷം 2022 ഒരു സംയുക്ത കൊളംബിയ US ഓപ്പറേഷനിൽ ഓസ്കാർ മൊറേനോ പിടിക്കപ്പെടുകയായിരുന്നു. അയാളുടെ അറസ്റ്റ് ഡ്രഗ് കാർട്ടലുകൾക്ക് വലിയൊരു തിരിച്ചടിയായിരുന്നു. എങ്കിലും ഇപ്പോഴും മയക്കുമരുന്ന് കടത്തുകാർ വീണ്ടും കോടികളുടെ ഡ്രഗ്സ് കടലിനടിയിലൂടെ ലോകമറിയാതെ കടത്തിക്കൊണ്ടേയിരിക്കുന്നു എന്നതാണ് വാസ്തവം. ഇത്രയും ടെക്നോളജി നൂതനമായിട്ടും എന്തുകൊണ്ടായിരിക്കും ഒരു രാജ്യത്തിനും ഇവരെ പൂർണ്ണമായും തടഞ്ഞു നിർത്താനോ പിടിക്കാനോ കഴിയാത്തത്? നിങ്ങൾക്കെന്തു തോന്നുന്നു എന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകരുത്. അപ്പോൾ മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി വരുന്നത് വരെ ഗുഡ് ബൈ.